INTUC ആലപ്പുഴ ജില്ലാ സമ്പൂർണ്ണ നേതൃസമ്മേളനം നടത്തി. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം നിർവഹിച്ചു. INTUC ആലപ്പുഴ ജില്ലാ സമ്പൂർണ്ണ നേതൃസമ്മേളനം ആലപ്പുഴയിൽ നടന്നു. DCC ഹാളിൽ നടന്ന സമ്മേളനം AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ MP നിർവഹിച്ചു. കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പോഷക സംഘടനയാണ്. നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഉണ്ടാകും, കൂടെ പാർട്ടി കൂടെ ഉണ്ടാകും. അത് പാർട്ടിയെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് വിശാലമായ താല്പര്യമാണ്. നമ്മുടെ നാട് നിലനിൽക്കണ്ടേ? INTUC കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നല്ലല്ലോ പ്രശ്നം. നമ്മുടെ നാട് നിലനിൽക്കണ്ടേ? ഈ നാട് നിലനിൽക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അത് ഇന്നലെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നടത്തിയതാണ്. നാളെ മറ്റന്നാൾ പാർലമെന്റിൽ നടക്കുന്ന മാർച്ച് അതാണ്. 17 മുതൽ 20 ദിവസക്കാലം നിൽക്കുന്ന ബീഹാറിൽ നടക്കുന്ന യാത്ര എന്നിവയിലാണ് രാജ്യവ്യാപകമായി ജനങ്ങളെ ഉണർത്താൻ ശ്രമിക്കുകയാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇത് ക്വിറ്റ് ഇന്ത്യ ദിനമാണ്. ഡു ഓർ ഡൈ. ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടാൻ വേണ്ടിയിട്ട് ഡു ഓർ ഡൈ പോരാട്ടം നടത്തിയ ദിവസമാണ്. ഈ രാജ്യത്ത് നമ്മൾ സ്വാതന്ത്ര്യം മേടിക്കുന്നു. ഡു ഓർ ഡൈ നടത്തി ക്വിറ്റ് ഇന്ത്യ സമരം നടത്തി. അതിലൂടെ നമ്മുടെ ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി ബ്രിട്ടീഷുകാരനെ പാലിപ്പിച്ചു. പക്ഷേ ഈ സ്വാതന്ത്ര്യം നിലനിൽക്കാൻ, ഈ ജനാധിപത്യം നിലനിൽക്കാൻ, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാൻ വീണ്ടും ഒരു ഡു ഓർ ഡൈ പോരാട്ടം, ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക പോരാട്ടം, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഇന്ത്യൻ സർക്കാർ വന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് വരുമ്പോൾ എന്താണ്, വോട്ടർ പട്ടിക കട്ട് മുടിച്ച് നാനാവിധാക്കിയിട്ട് പ്രധാനമന്ത്രിയായിരിക്കുന്നവനാണ് നരേന്ദ്രമോദി. ജനങ്ങളുടെ പിന്തുണയോടെ എല്ലാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത്. അത് ഇനി ഓരോ ദിവസവും തെളിയിക്കുന്നത്. വാരാണസി അടക്കം തെളിയിക്കാൻ പോകണം. കഴിഞ്ഞ 5 മാസമായിട്ട് നമ്മുടെ ഒറ്റ അധ്വാനമാണ്. നിങ്ങൾ ആലോചിക്കണം, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രലായി നടന്ന ഇലക്ഷൻ കമ്മീഷനല്ല. വോട്ടർ പട്ടിക വെച്ചാൽ ഇലക്ട്രോണിക് വോട്ടർ പട്ടിക. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യാം. പക്ഷേ ഇലക്ട്രോണിക് വോട്ടർ പട്ടിക രാഷ്ട്രീയ പാർട്ടി കൊടുക്കാൻ പറ്റില്ല. ഇലക്ട്രോണിക് വോട്ടർ പട്ടിക കൊടുത്താൽ എന്താ, നമ്മൾ ഒരു സെക്കൻഡ് അമർത്തിയാൽ, ഇപ്പം ബൈജു വോട്ടറാണ്, എവിടെയൊക്കെ വോട്ടറാണ്, ബൈജുവിൻ്റെ പേരമാണ് അമർത്തിയാൽ അപ്പോൾ മനസ്സിലാവും 30 സെക്കൻഡ്. ഇത് ഞങ്ങൾ കഴിഞ്ഞ 4 മാസമായിട്ട് ഈ ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടിക, ആയിരക്കണക്കിന് വോട്ടർ പട്ടിക ഞങ്ങൾ കൂടിയിരുന്ന് 40ഓളം പേര് ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്തിട്ടാണ് ഈ കള്ളത്തെ കണ്ടുപിടിച്ചത്. ഒരു അസംബ്ലിയിൽ മാത്രം 1 ലക്ഷം പേരെ കളമടിയിരിക്കുന്നു. 1 ലക്ഷം. വാരണാസിയിലെ നരേന്ദ്രമോദിയുടെ വിജയം ഉൾപ്പെടെ സംശയനിഴലിലാണെന്നും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തുമെന്നും MP പറഞ്ഞു. INTUC ജില്ലാ പ്രസിഡന്റ് G. ബൈജു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. 52 വർഷക്കാലമായി ആലപ്പുഴ ടൗണിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി നോക്കുന്ന ജോസഫിനെ KC വേണുഗോപാൽ MP, R. ചന്ദ്രശേഖരൻ എന്നിവർ ഷാളണിയിച്ച് ഫലകം നൽകി ആദരിച്ചു. വരുന്ന 20-ാം തീയതി INTUC സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന തൊഴിലുറപ്പ് തൊഴിലാളി മാർച്ചിൽ ജില്ലയിൽ നിന്നും 2000 തൊഴിലാളികളെ പങ്കെടുപ്പിക്കാനും പിണറായി വിജയൻ സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് തൊഴിലാളി മാർച്ച് സംഘടിപ്പിക്കാനും സമ്മേളനം തീരുമാനിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം, KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ, UDF ജില്ലാ ചെയർമാൻ ഷാജി മോഹൻ, അസംഘടിത തൊഴിലാളി കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് അനിൽ ബോസ്, INTUC സംസ്ഥാന ഭാരവാഹികളായ PJ ജോയി, PP തോമസ്, AK രാജൻ, ബാബു ജോർജ്, PD ശ്രീനിവാസൻ, ചിറ്റുമൂല നാസർ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.